ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ തക്കാളി വെച്ച് നാടൻ തക്കാളി വെച്ചിട്ട് നമുക്ക് നല്ലൊരു അടിപൊളി കറി റെഡിയാക്കാം കേട്ടോ. അതും നമ്മുടെ എന്താ പറയുക ചപ്പാത്തിക്കും ചോറിനും ദോശയ്ക്കൊക്കെ കഴിക്കാൻ പറ്റിയൊരു അടിപൊളി കറിയാണ് കേട്ടോ. അപ്പോൾ അതിനാവശ്യമായിട്ട് ഞാനൊരു 3 തക്കാളി അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. തക്കാളിയാണ് കേട്ടോ ഇതിലെ മെയിൻ ഐറ്റം. അപ്പോൾ ഞാൻ ചട്ടിയിലാണ് റെഡിയാക്കുന്നത്. അപ്പോൾ നാടൻ കറിയൊക്കെ ആകുമ്പോൾ നമ്മൾ ചട്ടിയിൽ വെക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണയിൽ തന്നെ റെഡിയാക്കി എടുക്കുക കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കടുകും കൂടി ഒന്ന് ചേർത്ത് കൊടുത്ത് അതൊന്ന് പൊട്ടിച്ചെടുക്കുക. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ 1 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയാണ് കേട്ടോ. ഇഞ്ചി ചെറിയൊരു പീസ് മതി. വെളുത്തുള്ളി ഒരു 6-5 അല്ലി തന്നെ വേണം കേട്ടോ. വെളുത്തുള്ളി ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ കറിക്ക്. സ്കിപ്പ് ചെയ്യാതെ തന്നെ വെളുത്തുള്ളി എന്തായാലും ചേർക്കുക. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു സബോളയാണ് കേട്ടോ. ഒരു സബോള മാത്രം മതിയേ. അത് നന്നായി ചെറുതായിട്ടൊന്ന് അരിഞ്ഞത് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 പച്ചമുളക് കേട്ടോ. എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടാം. അതുപോലെ 3 തക്കാളിയിലേക്ക് ഒരു സബോളയാണ് കേട്ടോ കണക്ക്. അപ്പോൾ അതിനനുസരിച്ച് എണ്ണം കൂട്ടണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് എണ്ണം കൂട്ടാം. പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇത് എന്തോരം വഴറ്റിയെടുക്കുക അതിനനുസരിച്ചാണ് ഇതിന് ടേസ്റ്റ് കൂടുക കേട്ടോ. അപ്പോൾ നമ്മളിത് കരിഞ്ഞു പോവാതെ എന്തായാലും ശ്രദ്ധിക്കണം. പിന്നെ ഞാൻ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സബോളയൊക്കെ പെട്ടെന്ന് തന്നെ വഴറ്റി കിട്ടും കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് മസാലപ്പൊടികളായിട്ട് ഞാൻ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ. പിന്നെ കുറച്ച് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് കേട്ടോ. അത് 1/4 ടീസ്പൂൺ ആയാലും മതി കേട്ടോ. പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ മസാലപ്പൊടിയൊക്കെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇത്ര മസാല നമുക്കതിൽ ആവശ്യമുള്ളൂ കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഒന്ന് വാട്ടിയെടുക്കാം. പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന വരെ. എന്നിട്ട് നമ്മുടെ മെയിനായിട്ടുള്ള തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ നല്ല പഴുത്തിട്ടുള്ള ഒരു 3 തക്കാളിയാണ് ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പഴുത്ത തക്കാളി തന്നെ എടുക്കുക കേട്ടോ. അല്ലെങ്കിൽ മറ്റേ തക്കാളിക്ക് ഒരു പുളിപ്പുണ്ടാവും. അപ്പോൾ അത് വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. നല്ല പഴുത്ത തക്കാളി തന്നെ എടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ മസാലയൊക്കെ ഇതിലേക്ക് പിടിക്കുന്ന രീതിയിൽ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് തക്കാളി കുടഞ്ഞ് വരുന്നവരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ തീ സിമ്മിലിട്ടിട്ട് വേണം നമ്മളിതൊന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതിപ്പോൾ അടച്ച് വെച്ചിട്ടുണ്ട്. അതിലത്തെ തക്കാളിയത്തെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്നിട്ട് ഇതൊക്കെ ഒന്ന് തക്കാളിയൊക്കെ നല്ല രീതിയിൽ ഉടഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ പച്ച വെള്ളം ഒരിക്കലും ചേർത്ത് കൊടുക്കരുത്. തിളച്ച വെള്ളം തന്നെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒക്കെ എന്തോരം ചാറാണ് ഇതിനാവശ്യം അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ അധികം അങ്ങോട്ട് വെള്ളമാക്കാൻ പാടില്ല. അപ്പോൾ പിന്നെ മസാലപ്പൊടിയുടെ ഒക്കെ അളവൊക്കെ കൂട്ടേണ്ടി വരും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇത് കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. ഒരു കുറുങ്ങിയ ഗ്രേവിയോട് കൂടിയിട്ട്. അപ്പോൾ ഞാൻ അതിന് ആവശ്യത്തിനുള്ളത് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. പിന്നെ നമ്മളിതിൽ കറിയൊക്കെ ഒന്ന് കുറുകി വരുമ്പോൾ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകത്തിൻ്റെ പൊടിയാണ് കേട്ടോ. പെരുംജീരകമല്ല, ചെറിയ ജീരകം, അതിൻ്റെ പൊടിയാണ് കേട്ടോ. പൊടിയില്ലെങ്കിൽ ചതച്ചും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും മസ്റ്റായിട്ട് തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ എൻ്റെ വീഡിയോ ഈ സമയത്ത് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ ടാറ്റാ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.